തൃശ്ശൂരിലെ ബാങ്ക് ജീവനക്കാരെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ബാങ്ക് കൊള്ളയടിച്ച സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു അല്ലെ. പോലീസിനെ ആദ്യം ഒന്ന് വട്ടം ചുറ്റിച്ചെങ്കിലും കള്ളനെ അതിവിദഗ്ധമായി തന്നെ കേരള പോലീസ് പിടികൂടി. കള്ളന്മാര് ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കൊള്ളയടയ്ക്കുന്നത് സാധാരണയാണല്ലേ. എന്നാൽ കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് എത്തിയ കള്ളൻ ജീവനക്കാരെ ഭീഷണിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചത് വെള്ളം ചീറ്റുന്ന ഒരു കളിത്തോക്കായിരുന്നു. കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം, എങ്കിലും സംഗതി സത്യമാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫെബ്രുവരി 10 സൗത്ത് കൊറിയയിലെ ബുസാൻ ബാങ്കിൽ കൊള്ളക്കാരൻ എത്തിയത്. മുഖംമൂടി ധരിച്ചിരുന്ന ഇയാള് തോക്കുപോലെ തോന്നിക്കുന്ന ഒരു വസ്തു പുറത്തെടുത്തു. ഇതൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ പുതിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഗതി തോക്കാണെന്ന് തന്നെ കരുതിയ ബാങ്ക് ജീവനക്കാര് ആകെ പരിഭ്രാന്തരായി. എല്ലാവരും മുട്ടുകുത്തി നിൽക്കാൻ ബാങ്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരോടും ഇടപാടുകാരോടും ഇയാൾ ആവശ്യപ്പെട്ടു. ഭയന്നുപോയ എല്ലാവരും അയാളുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. തുടർന്ന് അയാൾ ബ്രാഞ്ച് മാനേജറുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിച്ചു. ഈ സമയം മുറിയിൽ മറ്റൊരു ക്ലയന്റിനോടൊപ്പം സംസാരിക്കുകയായിരുന്ന മാനേജർ പെട്ടെന്ന് വാതിൽ പൂട്ടി. തുടർന്ന് പോലീസിനെ വിളിക്കുകയും ബാങ്കിന്റെ എമർജൻസി അലാറം അടിക്കുകയും ചെയ്തു. സംഗതി കൈവിട്ടു പോകുമെന്ന് തോന്നിയ കള്ളൻ ഉടൻ തന്നെ ക്യാഷ്യറുടെ നേരെ തിരിഞ്ഞ് തന്റെ ബാഗിൽ പണം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സമയം ബാങ്കിലുണ്ടായിരുന്ന ഒരു മുൻ സുരക്ഷാ സേനാ അംഗം ഇയാളെ പുറകിൽ നിന്നും പിടികൂടുകയും അല്പനേരത്തെ സംഘട്ടനത്തിന് ശേഷം ബാങ്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടെ കള്ളനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന മുതലയുടെ തലയുള്ള ഒരു വാട്ടർ ഗൺ ആയിരുന്നു അതെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ടെങ്കിലും ആ സമയം അയാൾ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ പിടിച്ചിരുന്ന തോക്ക് ചൂണ്ടിയപ്പോൾ തങ്ങൾ ഭയന്ന് വിറച്ചുപോയെന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. എന്തായാലും കളിത്തോക്കുമായി എത്തിയ കള്ളനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.